പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രേഷ്മ. ഇതെൻ്റെ ഹസ്ബൻഡ് ഗോഡ്സൺ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹ ഗോഡ്സൺ. ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2020-ലാണ്. എൻ്റെ BSc നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി ജീവിതം മര്യാദക്ക് ചെയ്തില്ല. എനിക്ക് കുറേ പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഞാൻ OET ട്രൈ ചെയ്തു, പക്ഷെ അത് ഫെയിലായി. പിന്നെ ഞാൻ എയിംസ് നഴ്സിങ്ങിൻ്റെ എക്സാം എഴുതി, പക്ഷെ അതും ഫെയിലായി. അങ്ങനെ ഞാനിവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. 1 വർഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ 1 വർഷം എനിക്ക് ഉടമ്പടി മര്യാദക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ആ ഉടമ്പടി പുതുക്കി ഞാനത് നന്നായി ചെയ്തു. പ്രാർത്ഥിക്കാനും പിന്നെ എനിക്ക് ദൈവമാതാവിൻ്റെ ഇടപെടൽ കൂടുതലായി അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് OET ഒന്നും കൂടി എഴുതി ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് എനിക്ക് OET എക്സാം പാസ്സാവുകയും അയർലൻഡ് സ്കോർ കിട്ടുകയും ചെയ്തു. പക്ഷേ അതും പ്രോസസ്സിങ് കുറേ കടമ്പകൾ കടന്നു. എനിക്ക് ആദ്യം അറ്റിപ്പിക്കൽ വിസ റിജക്റ്റായി. അത് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്കത് പിന്നെയും അപ്രൂവ് ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ചെയ്തു. മെഡിക്കലിലും എനിക്കെന്തോ എറർ കണ്ടു. അവർ പിന്നെയും മെഡിക്കൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാനുള്ള വിസ എടുത്തു. വിസ എടുത്തപ്പോഴേക്കും എനിക്ക് അതിൻ്റെ അകത്ത് അവിടുന്ന് അയർലൻഡിൽ നിന്ന് വന്ന ഒരു പേപ്പറിലും മിസ്റ്റേക്ക് ഉണ്ടായി. അത് നേരത്തെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ അവർ പറഞ്ഞു അതിൻ്റെ കറക്ഷൻ ചെയ്ത് വരണമെന്ന് പറഞ്ഞു. എനിക്ക് ആ പേപ്പർ കിട്ടിയത് 2-3 മാസം എടുത്തിട്ടാണ് ആ പേപ്പർ കിട്ടിയത്. എനിക്കപ്പം അറിയത്തില്ല ഇതെങ്ങനെ കിട്ടുമെന്ന്. പക്ഷെ ഞാനത് അവർക്ക് മെയിൽ അയച്ചു. അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചു. പിന്നെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. എനിക്കറിയില്ല, ആ ഉടമ്പടി ധ്യാനം തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് തിരിച്ച് മെയിൽ വന്നു. അതിൻ്റെ കറക്റ്റഡ് ഫോമിലുള്ള ലെറ്റർ വന്നു. എനിക്കങ്ങനെ വിസ അപ്രൂവ് ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട്. അതെനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവുകാനും എനിക്ക് മര്യാദക്ക് അവിടെ ജോലി ചെയ്യാനും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ലീവിന് വരികയും എൻ്റെ വിവാഹം കഴിയുകയും ചെയ്തു. എനിക്ക് ചെറുപ്പം മുതലേ എനിക്കൊരു ഓവറിയൻ സിസ്റ്റ് വന്നിട്ട് എൻ്റെ ഒരു ഓവറി റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓവറിയിലും അതുപോലെ തന്നെ സിസ്റ്റ് വന്നു. എനിക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. ഞാൻ ഇവിടെ വന്നു, വിവാഹം കഴിഞ്ഞ് ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ അവിടെ ഇട്ടു. അതിൻ്റെ എല്ലാ ദിവസവും അച്ഛൻ്റെ 5:30 ഡെയിലി ബ്രെഡ് കൂടുകയും അത് കഴിഞ്ഞിട്ട് എൻ്റെ വയറിൽ ഉടമ്പടി തൈലം കുരിശ് വരയ്ക്കുകയും ചെയ്തു. എനിക്ക് 6 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്കൊരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. എനിക്കൊരു പ്രഗ്നൻസി സമയത്ത് ഒരു കുഴപ്പം ഉണ്ടായില്ല. ആ കൂടി അവസാനത്തെ സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ പൊസിഷൻ മാറുകയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എമർജൻസി സിസേറിയൻ പറഞ്ഞു അവർ. എനിക്കപ്പം പേടിയായി, എന്ത് ചെയ്യണം. മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കിടന്ന കട്ടിൽ ഒരു ജനാലിൻ്റെ ഒരു സൈഡിലായിരുന്നു. പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കൊരു ആകാശത്ത് മഴവില്ല കണ്ടേ. എനിക്കപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ എമർജൻസി സിസേറിയൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ ആരോഗ്യത്തോടെ കിട്ടി. അങ്ങനെ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞ് ഉള്ളിൽ വെച്ച് മഷിയിട്ടായിരുന്നു, പക്ഷെ അവനൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹ ഗോഡ്സൺ. ഇതെല്ലാം എനിക്ക് ചെയ്ത എൻ്റെ മാതാവാണ്. എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മുതലേ ദൈവം എന്നെ എത്രത്തോളം പരിപാലിക്കുകയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ ദിവസം മുതൽ ഞാൻ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും തന്നെ ഓരോ കൊന്ത അവർക്ക് വേണ്ടി ചൊല്ലാൻ തുടങ്ങി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയും രോഗികളെ കാണുകയും അവിടെയുള്ളവർക്ക് കുരിശ് വരച്ച് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ അയർലൻഡിൽ ചെന്നപ്പം നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ അവിടെ പോവുകയും അവിടെ പള്ളിയിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഇവിടുന്ന് പത്രം വാങ്ങുകയും കാശ് രൂപം വാങ്ങി അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ അവിടെയുള്ള റെസിഡൻസിനെ നമ്മളായിട്ട് കാണുകയും അവർക്ക് വേണ്ട കെയറൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇത്രയും ചെയ്ത ദൈവത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.